ഗൈസ്, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ചായയൊക്കെ കുടിച്ചിട്ടിരിക്കുകയാണോ? അപ്പോൾ ഞാനൊരു 4 മണി പലഹാരമായിട്ടാണ് വന്നിരിക്കുന്നത്. ഭയങ്കര ക്രിസ്പിയും അതേപോലെ ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ മാത്രം മതി. വളരെ ചെറിയ 1-2 ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ക്രഞ്ചിയും അതേപോലെ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് ഒരു 3/4 കപ്പ് അവലാണ് എടുത്തിരിക്കുന്നത്. വെള്ള അവലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് റോസ് കളറിലെ അവൽ എടുക്കണമെന്നുണ്ടെങ്കിൽ അതെടുക്കാൻ കുഴപ്പമില്ല. എന്നിട്ട് അതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് കൊണ്ടുവരാം. നമുക്ക് പൊടിച്ച് ഞാൻ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാൻ 2 ഉരുളക്കിഴങ്ങ് നമ്മുടെ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. കുക്കറിൽ ഒരു 3 വിസിലടിച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നന്നായിട്ട് മാഷ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേപോലൊരു ഫോർക്ക് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് മാഷർ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് ഫോർക്ക് വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. കണ്ടില്ലേ, നന്നായിട്ട് ഉടഞ്ഞു വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അവലിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അവലിൻ്റെ പൊടി, അതിലേക്ക് നമുക്ക് നമ്മളീ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ അവൽ ചേർക്കുന്നത് കൊണ്ട് ഭയങ്കര ക്രിസ്പിയാണ് നമ്മുടെ ഈ സ്നാക്ക്, ഭയങ്കര ടേസ്റ്റുമാണ്. പിന്നെ 3 പച്ചമുളക്, അത് വേറെ എരിവൊന്നും നമ്മൾ ചേർക്കുന്നില്ല, പച്ചമുളക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 3 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില അത്രയും കൂടെ ചേർത്തിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിനാവശ്യമായിട്ടുള്ള. എന്നിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിയുടെയൊക്കെ മാവ് കുഴക്കത്തില്ലേ, അതേപോലെ കുഴച്ചെടുത്താൽ മതി. ഒരു തുള്ളി പോലും വെള്ളം ചേർക്കേണ്ട, ഒരു സ്പൂൺ പോലും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് കറക്റ്റായിട്ട് കുഴഞ്ഞു വരും. അതായത് നമ്മുടെ അവലിൻ്റെ പൊടിയാണെങ്കിൽ പോലും നമ്മുടെ പൊട്ടറ്റോ നല്ല മാഷായിട്ടിരിക്കുമല്ലേ, സോ നമുക്ക് ഈസി ആയിട്ട് കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ശരിക്കും ചപ്പാത്തിയുടെ മാവ് എങ്ങനെയാണോ കുഴയ്ക്കുന്നത് അതേപോലെ കുഴച്ചെടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ ഇപ്പം നന്നായിട്ട് കുഴച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഞാനിന്നൊന്ന് ഇങ്ങനെ ഉണ്ട പോലെ ഒന്ന് ഉരുട്ടിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് റൗണ്ട് ഷേപ്പിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം. നിങ്ങൾക്ക് ഓവൽ ഷേപ്പിൽ എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഫിംഗർ ടൈപ്പിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഷേപ്പിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ റൗണ്ട് ഷേപ്പിലാണ് എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, സാധാരണ നമ്മൾ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ റൗണ്ട് ഷേപ്പിലാണ്. ഓരോന്നും നമുക്കിതുപോലെ റെഡിയാക്കി എടുക്കാം. ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ഇഫ്താറിൻ്റെ ടൈമിനൊക്കെ ടൈമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ഒത്തിരി വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇതേപോലെ ഒരെണ്ണം കൂടെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും മതി. 1-2 ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പം തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടെ 10 എണ്ണമാണ് ഞാൻ ശരിയാക്കിയിരിക്കുന്നത്. നമുക്ക് ഈ ഒരു അളവ് വെച്ചിട്ട് 10 എണ്ണമാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം, കുഴപ്പമില്ല. ഇതിപ്പോൾ സൺഫ്ലവർ ഓയിൽ മതിയാവും, വെളിച്ചെണ്ണ വേണമെന്ന് നിർബന്ധമില്ല. ഇത് എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. എപ്പോഴും ശ്രദ്ധിക്കണം, മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലും വെക്കരുത്, ലോ ഫ്ലെയിമിലും വെക്കരുത്. ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്കാവുമ്പോഴും ഫ്രൈ ചെയ്തെടുക്കുമ്പോഴുമാണ് അത് കറക്റ്റ് പരുവത്തിൽ കിട്ടുക. അല്ലെന്നുണ്ടെങ്കിൽ ഓവറായിട്ട് ഇങ്ങനെ കളർ മാത്രം വരും, ഉള്ളിലൊന്നും വേഗത്തുമില്ല, വല്ലാണ്ട് അങ്ങിരിക്കും, ഒരു ടേസ്റ്റും ഉണ്ടാവത്തില്ല. നമ്മൾ ഓൾറെഡി പൊട്ടറ്റോ കുക്ക്ഡ് ആണെങ്കിൽ പോലും അവലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ 2 ബാച്ചായിട്ടാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് 10 എണ്ണമല്ലേ കിട്ടിയത്, അപ്പോൾ നമുക്ക് 2 ബാച്ചായിട്ട് ഇട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതൊക്കെ കണ്ടില്ലേ, ആ മല്ലിയിലയുടെയൊക്കെ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ട് കേട്ടോ നമ്മൾ കഴിക്കുന്ന നേരത്ത്. ഇതിപ്പം ഒരു വശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കുറച്ച് ടൈം എടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഇച്ചിരി തണുത്ത് പോയി കഴിഞ്ഞാലും ഒട്ടും അതിൻ്റെ ക്രിസ്പിനെസ് ഒന്നും പോകത്തില്ല കേട്ടോ,
ഒട്ടും തന്നെ ക്രിസ്പിനെസ് പോകുന്നില്ല. ഞാൻ കുറച്ച് ടൈം കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിച്ചത്. മോനൊക്കെ നേരത്തെ കഴിച്ചു. പക്ഷേ എന്നിട്ട് പോലും അതിൻ്റെ ക്രിസ്പിനെസ് ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഞാൻ കഴിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ ഒരു സൗണ്ട് കേട്ടില്ലേ? നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ടാക്കുമ്പോൾ തന്നെ സൗണ്ട് കേൾക്കുവാണ്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ സൗണ്ട് ഞാൻ കഴിക്കുന്നതിൻ്റെ? നല്ല കറുമുറ കഴിക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ ഇത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം. താങ്ക് യു.